ഹായ് ഫ്രണ്ട്സ്, ആഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് C6 എനർജിയുടെ അഗ്രോഗെയിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് അഗ്രോഗെയിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തുകൊണ്ട് അഗ്രോഗെയിൻ ഉപയോഗിക്കണം, എന്താണ് അതിൻ്റെ റിസൾട്ട്, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലോട്ട് പോകണം. എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് അഗ്രോഗെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അഗ്രോഗെയിൻ ഒരു പ്ലാന്റ് ബയോ സ്റ്റിമുലൻ്റ് ആണ്. ശരിക്കും ചെടിയുടെ എല്ലാ തലത്തിലുള്ള വളർച്ചയും പ്രൊമോട്ട് ചെയ്യുന്ന നല്ലൊരു ബയോ സ്റ്റിമുലൻ്റ് ആണ്. ശരിക്കും സീവീഡ് കാറ്റഗറിയിൽ പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്കറിയാം, റെഡ് സീ ആൽഗകളിൽ നിന്ന് വേർതിരിക്കുന്ന കട്ടിംഗ് എഡ്ജ് സാങ്കേതികവിദ്യയിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന നല്ലൊരു ക്വാളിറ്റി സീവീഡാണ്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി സീവീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലോബലി പേറ്റൻറ്റഡ് ഓർഗാനിക് പ്രോഡക്റ്റാണിത്. ഇത് കൂടാതെ നമ്മുടെ പാമ്പാടുംപാറ കാടമ റിസർച്ച് സെൻറ്റർ ടെസ്റ്റ് ചെയ്ത് ഏലത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല പ്രോഡക്റ്റാണെന്ന് സർട്ടിഫൈ ചെയ്ത ഒരു ബയോ സ്റ്റിമുലൻ്റ് കൂടിയാണ് നമ്മുടെ ഈ എന്താ പറയുക അഗ്രോഗെയിൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. നമ്മൾ പറഞ്ഞു സീവിഡ് കാറ്റഗറിയിൽ പെടുന്ന പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു. ഈ അഗ്രോഗെയിൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെടിക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ അഗ്രോഗെയിൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെടിയുടെ ഫോട്ടോസിന്തസിസ് കൂടും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസിൻ്റെ അപ്ടേക്ക് കൂടും. ചെടി നല്ല രീതിയിൽ വളങ്ങൾ വലിച്ചെടുക്കാൻ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ തുടങ്ങും. മൂന്നാമത്, നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറിൻ്റെ എഫിഷ്യൻസി കൂടും. നമ്മൾ വലിച്ചെടുത്ത് ചെടി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കും. അപ്പം ഫെർട്ടിലൈസറിൻ്റെ എഫിഷ്യൻസി കൂടും. പിന്നെ ഏലച്ചെടികളിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഏലച്ചെടികളിലാണ് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ പുതിയ ചിമ്പുകൾ ഉണ്ടായി വരാനുള്ള സാധ്യത കൂടുതൽ. അതേപോലെ ധാരാളം വേരുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതൽ. മറ്റ് സസ്യങ്ങളോട് നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ബ്രാഞ്ചസ് ഉണ്ടായി വരാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ ഏലച്ചെടികളിൽ കണ്ടുവരുന്നതാണ് അഗ്രോഗെയിൻ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നല്ല വെജിറ്റേറ്റീവ് ഗ്രോത്ത് കാണിക്കാം. നമുക്ക് ഒരു ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മൾ ഏലച്ചെടികളിൽ ഒരു ഇലയിൽ നിന്ന് അടുത്ത ഇലയിലോട്ടുള്ള അകലം അല്പം കൂടുകയും ചെടി നല്ല ഗ്രീനിഷ് ആയിട്ട് നല്ല ഗ്രോത്തിൽ വളരുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നല്ല വലുപ്പമുള്ള പൂക്കളും അതിനൊത്ത സൈസുള്ള കായ്കളും നമുക്ക് ലഭ്യമാകും നമ്മുടെ ഇലച്ചെടികളിൽ അഗ്രോഗെയിൻ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ നമുക്കറിയാം, നമ്മുടെ ശരങ്ങൾ നല്ല ലെങ്തി ആയിട്ടുള്ള ശരങ്ങളും കിട്ടും ഈ അഗ്രോഗെയിൻ ഉപയോഗിക്കുമ്പോൾ. അതിനൊന്ന് കാരണങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു ഇത് സീവീഡ് ആണെന്ന് പറഞ്ഞു. ഈ സീവീഡിനകത്ത് നല്ല രീതിയിലുള്ള കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയൊക്കെ അളവുണ്ട്. അത് ബയോ ആയിട്ടുള്ള നല്ല കാൽസ്യം മഗ്നീഷ്യം ഒക്കെ ചെടിക്ക് അവൈലബിൾ ആയി കഴിയുമ്പോഴത്തേക്കാണ് ചെടിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അഗ്രോഗെയിന് നമുക്ക് ഫംഗിസൈഡുകളിലൂടെ ചേർത്ത് ഉപയോഗിക്കാൻ കഴിയും. നല്ല രീതിയിൽ ഫംഗിസൈഡുകൾ ചേർത്ത് ഉപയോഗിക്കാൻ കഴിയും. അതായത് നമ്മൾ ഫംഗിസൈഡ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെടിക്കൊരു സ്ട്രെസ് ഉണ്ടാകും. അതായത് നമ്മൾ അതിനെ അറസ്റ്റ് എന്നൊക്കെ പറയും. ഈ നമ്മൾ ഫംഗിസൈഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ചെടി പൂക്കുകയും കായ്ക്കുകയും ഒന്നും ചെയ്യാതെ അവിടെ അനങ്ങാതെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ആ ഒരു സ്ട്രെസ്സിനെ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾ അഗ്രോഗെയിൻ നല്ല ഗുണകരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ ഫംഗിസൈഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ അഗ്രോഗെയിൻ ചേർത്ത് ഉപയോഗിക്കുകയാണ് നമ്മുടെ ചെടിക്ക് അറസ്റ്റ് ഇല്ലാതെ, എന്നാൽ നമ്മൾ നല്ല ബെറ്റർ റിസൾട്ട്, നമ്മുടെ ഫംഗിസൈഡിന് ബെറ്റർ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രോഡക്റ്റാണ് അഗ്രോഗെയിൻ. ഈ അഗ്രോഗെയിൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, സീവീഡിൻ്റെ പാർട്ടിക്കിൾ സൈസ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ അഗ്രോഗെയിൻ കൂട്ടി ഫംഗിസൈഡ് അടിക്കുമ്പോഴത്തേക്ക് ഈ അഗ്രോഗെയിൻ പെട്ടെന്ന് ചെടിയിലോട്ട് വലിഞ്ഞു കയറാനും ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലോട്ട് എത്താനും ശ്രമിക്കും. ഈ കൂടെ നമ്മുടെ ഫംഗിസൈഡുകളും ചെടിയുടെ എല്ലാ ഭാഗത്തോട്ട് പെട്ടെന്ന് എത്താൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ചെടിക്ക് നല്ല ബെറ്റർ റിസൾട്ടും അതേപോലെ അറസ്റ്റ് ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ രോഗങ്ങൾ പെട്ടെന്ന് ഭേദമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള കായ്കളും പൂക്കളൊക്കെ നൽകാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് അഗ്രോഗെയിൻ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമുക്ക് റെഡ് സീ ആൽഗയെ നമ്മൾ പറഞ്ഞു, ഈ അഗ്രോഗെയിൻ്റെ റെഡ് സീ ആൽഗയിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന സീവീഡാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കായ്കൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അടിപൊളി പ്രോഡക്റ്റാണ് ഈ അഗ്രോഗെയിൻ. എന്ന് വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റ് 100% ഓർഗാനിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റുകളോ കാര്യങ്ങളൊന്നും ചെടിയിൽ ഉണ്ടായില്ല. അതുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു ബയോ സ്റ്റിമുലൻ്റാണ് ഈ അഗ്രോഗെയിൻ. പിന്നെ അഗ്രോഗെയിന് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. നമ്മൾ ഫോളിയർ സ്പ്രേ ആയിട്ട് അഗ്രോഗെയിൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 100 to 200 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ചെടിയിൽ തളിച്ചു കൊടുക്കാം.
അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെടിക്ക് കിട്ടും. നല്ല ബോൾട്ടുള്ള കായ്കൾ, നല്ല വലിയ പൂക്കൾ, ഫോട്ടോസിന്തസിസ്, ന്യൂട്രിയൻസ് അപ്ടേക്ക്, അതുപോലെ മൂലകങ്ങളെല്ലാം കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെടിക്ക് കിട്ടും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടുന്ന കൂടാതെ നമുക്കിത് ഡ്രിഞ്ചിങ് പറ്റും. ചിലപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷനിൽ കൂടെ കൊടുക്കാം, ഡ്രിഞ്ച് ചെയ്യാൻ കഴിയും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഡ്രിഞ്ചിങ് ഡോസേജ് എന്ന് പറയുന്നത് 100 മില്ലിയാണ് 200 ലിറ്ററിന്. ഈ 200 ലിറ്ററിന് 100 മില്ലി നമ്മൾ ഡ്രിഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ മണ്ണിൻ്റെ pH നല്ല രീതിയിൽ ബാലൻസ് ആകും. നാച്ചുറലി അസിഡിറ്റി റെഗുലേറ്ററിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൻ്റെ pH നല്ല രീതിയിൽ കൺട്രോളായിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നല്ല എന്താ പറയുക, നല്ല മാരകമായിട്ട് ചെടിക്ക് വേരുകളുണ്ടാകുമെന്ന് പറയാം. അങ്ങനെ തന്നെ പറയാം, വളരെ നല്ല ക്വാളിറ്റിയുള്ള നല്ല വേരുകൾ, നല്ല പൊടിവേരുകളൊക്കെ ഉണ്ടാകും. ഇത് കൂടാതെ നമ്മളെ ചെടിക്ക് ഇത് സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽപ്പെട്ടതാണ് അഗ്രോഗൈൻ. അപ്പോൾ മണ്ണിൽ നിന്ന് പ്രവർത്തിച്ച് വളരെ ദീർഘനാളത്തേക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും നമുക്ക്. നമ്മുടെ മണ്ണിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കും. അതേപോലെ കാൽസ്യം, മാഗ്നീഷ്യം പോലുള്ള മൂലങ്ങൾ ചെടിക്ക് ഇടയ്ക്ക് മണ്ണിൽ നിന്ന് ഇത് കുറയുന്നതിനനുസരിച്ച് റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ദീർഘനാളത്തേന് റിസൾട്ട് കിട്ടും നമ്മൾ ഡ്രിഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. ഇത് കൂടാതെ വേരുകൾ കണ്ടമാനം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ചെടി നല്ല രീതിയിൽ ന്യൂട്രിയൻസ് അപ്ടേക്ക് ഉണ്ടായി നല്ല രീതിയിലുള്ള ആദായം നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ഈ അഗ്രോഗൈൻ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന വേറൊരു ബെനിഫിറ്റ്. പിന്നെ ഈ അഗ്രോഗൈൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലാണ്. C6 എനർജി എന്ന് പറയുന്ന ബ്രാൻഡാണ് അഗ്രോഗൈൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ഇതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ FMCയുടെ ബ്രാൻഡിങ് അഗ്രോഗൈൻ ഇറങ്ങുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നല്ല സേഫ് ടു ഈറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാം. പിന്നെ നമ്മളെ ഏലകൃഷിക്കാരെ സംബന്ധിച്ച് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ കാടമ്മ റിസർച്ച് സെൻറ്റർ തന്നെ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ഏലത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത പ്രോഡക്റ്റാണ്. അത്ര ക്വാളിറ്റി പ്രോഡക്റ്റാണ്. പിന്നെ അഗ്രോഗൈനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഡോസേജ് നമ്മൾ പറഞ്ഞിരുന്നു, 200 മില്ലി വരെ ഉപയോഗിക്കാം. ഡ്രിഞ്ചിങ് ആണെങ്കിൽ 100 മില്ലി ഉപയോഗിക്കാം. അത്രയൊക്കെയാണ് നമുക്ക് ഈ അഗ്രോഗൈനെ കുറിച്ച് പറയാനുള്ളത്. ഈ അഗ്രോഗൈൻ ഉപയോഗിക്കുമ്പോൾ പിന്നെ അഗ്രോഗൈന് വേറെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, അതായത് ഈ അഗ്രോഗൈൻ നമുക്ക് ഏത് സാഹചര്യത്തിലും ഏത് ക്ലൈമറ്റിലും എന്ത് വസ്തുക്കളുടെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ ഫംഗിസൈഡാണ് ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ പറ്റും, പെസ്റ്റിസൈഡാണ് ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ പറ്റും, ഇനി ഫോളിയർ ഗ്രേഡ് വളങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ പറ്റും, ഇനി സോയിൽ ആപ്ലിക്കേഷൻ വളങ്ങളാണ് നമ്മൾ കലക്കി ഒഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ പറ്റും. അങ്ങനെ എന്തൊരു വസ്തുക്കളുടെ കൂടെ നമുക്ക് ഏതൊരു സസ്യത്തിനും കൊടുക്കാൻ കഴിയുന്ന ഒരു വളരെ എന്താ പറയുക, അത്രയ്ക്ക് സെറ്റപ്പായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമുക്ക് അഗ്രോഗൈൻ എന്ന് പറയാം. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അത്ര അതിന് പറയാൻ വാക്കുകളില്ല, അതുപോലെ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്, ഇത് അത്യാവശ്യം നമുക്കൊരു വിലയുള്ള പ്രോഡക്റ്റാണ്. 2000 രൂപ ലിറ്ററിന് വില വരുന്നൊരു പ്രോഡക്റ്റാണ്. നമുക്കൊരു ബാരൽ 100 മില്ലി ഉപയോഗിക്കുന്നെങ്കിൽ 1900 തൊട്ട് 2000 രൂപ വരെ വില വരുന്നതാണ്. അങ്ങനെ ഒരു വിലയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഒരു ബാരലിന് 200 രൂപ കോസ്റ്റ് വരും 100 മില്ലി ഉപയോഗിച്ചാൽ. വലിയ കോസ്റ്റ്, ബാരൽ കോസ്റ്റ് നോക്കുമ്പോൾ വലിയ കോസ്റ്റ് അല്ല, എന്നാൽ ഒരു ലിറ്റർ വാങ്ങും 2000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ വില തന്നെയാണ്. അപ്പോൾ ഒരു 200 മില്ലി ഫുൾ ഡോസേജ് ഉപയോഗിച്ചാൽ പോലും നമുക്ക് 400 രൂപ ബാരൽ കോസ്റ്റ് വരുന്ന പ്രോഡക്റ്റാണ്. പക്ഷേ നമുക്ക് 400 രൂപയ്ക്ക് വളരെ വർത്തിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് പറയാൻ കഴിയുന്നൊരു പ്രോഡക്റ്റാണ് ഈ അഗ്രോഗൈൻ. എനിക്ക് ഉപയോഗിച്ചതിൽ ഭയങ്കര റിസൾട്ട് തോന്നിയൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റിൽ ഇന്ന് ലഭിക്കുന്ന ടോണിക്കുകളിൽ ഇതിന് കോമ്പറ്റീറ്ററായിട്ട് വരുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സിഞ്ചൻഡയുടെ ക്വാണ്ടിസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്, അതിന് ഒരു കോമ്പറ്റീറ്ററാണിത്. അതേപോലെ നോവായുടെ F2 എന്ന് പറയുന്ന പ്രോഡക്റ്റ്, അതിനൊരു കോമ്പറ്റീറ്ററാണ്. F2ന് വെല്ലുന്ന റിസൾട്ട് നൽകും. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയാം. അതായത് F2 ഇതുപോലെ തന്നെയാണ്, ബയോസ്റ്റിമുലൻ്റ് അല്ലെങ്കിൽ അതൊരു കെമിക്കലാണെങ്കിലും അത് ചെടിയുടെ വളർച്ചയെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. അത് CPP എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽപ്പെട്ട സാധനമാണ്. അത് സൈറ്റോകൈൻ ആയതുകൊണ്ട് തന്നെ ചെടിയുടെ വളർച്ചയെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള കായകൾ, നല്ല സൈസുള്ള കായകൾ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് നല്ലപോലെ വേരുപടലം ഉണ്ടെങ്കിലാണ് റിസൾട്ട് കൂടുതൽ. അതേസമയം അഗ്രോഗൈനിലൂടെ നമ്മൾ വരുവാണെങ്കിൽ ഇതേ പറഞ്ഞ പോലെ നല്ല ചെടിക്ക് നല്ല വെജിറ്റേറ്റീവ് ഗ്രോത്ത്, നല്ല ക്വാളിറ്റിയുള്ള നല്ല സൈസുള്ള കായകൾ കിട്ടും. അതേ സമയത്ത് നമ്മുടെ ചെടിക്ക് വേരുകളില്ലെങ്കിൽ നല്ല രീതിയിൽ വേരുണ്ടാകാനുള്ള ടെൻഡൻസി ചെടിയിൽ കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് അഗ്രോഗൈൻ. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ഏലകൃഷിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അഗ്രോഗൈൻ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ വീഡിയോ കണ്ട്
നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പ്രോഡക്റ്റുകളൊക്കെ റിവ്യൂ ചെയ്യാനും അതിൻ്റെ റിസൾട്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അഗ്രോഗെയിൻ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതിനെ റിവ്യൂ ചെയ്യാൻ പറ്റി. നമ്മൾ ഒത്തിരി കാലമായിട്ട് ഉപയോഗിച്ചിരുന്ന പ്രോഡക്റ്റാണ്. പിന്നെ ഇത് നമുക്ക് എന്താ പറയുക, KCPMCയിൽ മാത്രം അവൈലബിൾ ആവുന്നൊരു പ്രോഡക്റ്റ് കൂടിയാണ്. അല്ല പിന്നെ ഓൺലൈനിലും നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെയുള്ള നല്ല പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് KCPMCയിൽ നിന്ന് ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ച് ഉപയോഗിക്കാൻ കഴിയും. വില 2000 രൂപയാണെന്ന് പറഞ്ഞു. ഡോസേജ് 100 to 200 മില്ലിയാന്ന് പറഞ്ഞു. എന്ത് പ്രോഡക്റ്റുകളിലും കൂടെ നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നൊരു പ്രോഡക്റ്റ് കൂടിയാണെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ അഗ്രോഗെയിൻ്റെ ഡിസൈൻ ഇങ്ങനെയൊക്കെയാണ്. ബോട്ടിൽ പച്ച കളറിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്. ഇത്രയും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കുറച്ച് സാധനങ്ങളെ ഞാൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളൂ. എന്താ പറയുക, ഒറ്റ C6 എനർജിയുടെ ഇതിൻ്റെ ഗ്രാനുവൽ ഫോമും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ 2 പ്രോഡക്റ്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവയ്ക്കുക. പക്ഷേ ഒരു കമ്പനിക്ക് ഈ 2 പ്രോഡക്റ്റ് മതി അവരുടെ പേര് നിലനിർത്താൻ. അത്രയും സൂപ്പർ പ്രോഡക്റ്റാണ്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അവരവരുടെ ആംഗിളിൽ നിന്നുള്ള അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച്, അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൊടുത്തുള്ള അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോകൾ ഉടനെ എത്തും നിങ്ങളിലോട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൃഷിപരമായിട്ടുള്ള അറിവുകൾ പങ്കുവെക്കുന്ന വീഡിയോകളാണ് കൂടുതലും ചെയ്യുന്നത്. നിങ്ങൾക്ക് കൃഷിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി.